നമ്മൾ കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി റായ് ബറേലിയോ വയനാടോ നിലനിർത്തുക എന്ന കാര്യത്തിൽ തീരുമാനം ഇന്നുണ്ടായേക്കുമെന്നുള്ളതാണ് സൂചന. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വന്നാൽ 14 ദിവസത്തിനുള്ളിൽ തീരുമാനം അറിയിക്കണമെന്നാണ് ചട്ടം. നാളെ കാലാവധി അവസാനിക്കാനിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇന്ന് അന്തിമ തീരുമാനം ഉണ്ടായേ മതിയാവൂ എന്നതാണ് സാഹചര്യം. രാഹുൽ ഒഴിയുന്നത് ഏത് മണ്ഡലമാണോ അവിടെ പ്രിയങ്ക ഗാന്ധി മത്സരിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. നാഷണൽ ഡെസ്കിൽ നിന്ന് സുവി വിശ്വനാഥൻ നമുക്കൊപ്പം മോർണിംഗ് വൈബ്സിൽ ചേരുകയാണ്. ഒപ്പം CV അനുമോദും ചേരും. ആദ്യം ഞാൻ സുവി വിശ്വനാഥനിലേക്കാണ് പോകുന്നത്. സുവി, വെരി ഗുഡ് മോർണിംഗ്. നമ്മൾ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ നാളെ ഈ കാലാവധി അവസാനിക്കുകയാണ്. അന്തിമ തീരുമാനം ഇന്ന് ഉണ്ടായേ സാധിക്കുകയുള്ളൂ. നേരത്തെ തന്നെ KPCC അധ്യക്ഷൻ ഒരു സൂചന നൽകിയിരുന്നു. വയനാട് ഒഴിയാനുള്ള സാധ്യതയാണ് രാഹുലിന് മുന്നിലുള്ളത്. കഴിഞ്ഞ തവണ ഈ നന്ദി പ്രകടനത്തിന് വേണ്ടി രാഹുൽ വയനാട്ടിലേക്ക് വന്ന സമയത്ത് അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തു, വൈകാരികമായ ഒരു അടുപ്പം വയനാടുമായി തനിക്കുണ്ട്. തന്നെ പ്രതിസന്ധി ഘട്ടത്തിൽ ഒപ്പം നിർത്തിയ ആളുകളാണ് വയനാട്ടിലുള്ളവർ. അതുകൊണ്ട് അവരെ കൈയൊഴിയണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ അറിയില്ല. ഇനിയിപ്പോൾ വയനാടിന്റെ MP അല്ലെങ്കിൽ പോലും വയനാടിനൊപ്പം അദ്ദേഹം എപ്പോഴും ഉണ്ടാകുമെന്നുള്ളത്. പക്ഷേ റായ് ബറേലി തെരഞ്ഞെടുക്കുമ്പോൾ അതിന് വിശാലമായ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട് കൂടിയുണ്ട്. ഇന്ത്യ മുന്നണിയെ റായ് ബറേലിയിൽ നിന്ന് നയിക്കുക എന്നുള്ള വലിയൊരു ലക്ഷ്യം കൂടി കോൺഗ്രസിനെ സംബന്ധിച്ച് ഉണ്ട് എന്നുള്ളതാണ്. എന്തായിരിക്കാം കോൺഗ്രസിന്റെ തീരുമാനം? രാഹുൽ ഏതു മണ്ഡലം എടുക്കും? റായ് ബറേലി തന്നെയല്ലേ മുന്നിലുള്ള സൂചന? ആര്യ, രാഹുൽ ഗാന്ധി ഏതു മണ്ഡലം നിലനിർത്തും എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഇന്നുണ്ടായേക്കും എന്നാണ് കരുതുന്നത്. അത് റായ്ബറേലി ആയിരിക്കുമോ വയനാടായിരിക്കുമോ എന്ന കാര്യത്തിൽ ഏറെ ദിവസങ്ങളായി ചർച്ചകളും ഊഹങ്ങളും നിലനിൽക്കുന്നുണ്ട്. പലതവണ വയനാട് വിട്ടേക്കും എന്ന സൂചനകൾ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി വയനാട്ടിൽ എത്തിയ സാഹചര്യത്തിൽ KPCC പ്രസിഡന്റ് K സുധാകരൻ തന്നെ ഇത്തരത്തിൽ ഒരു പ്രസ്താവനകൾ നടത്തുന്ന സാഹചര്യം കൂടിയുണ്ടായി. പക്ഷേ അപ്പോഴും ഒരു ഔദ്യോഗിക തീരുമാനമാകാത്തതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു പ്രസ്താവനയിലേക്ക് കാര്യങ്ങൾ കടന്നുപോയില്ല. ഏതായാലും രാഹുൽ ഏത് മണ്ഡലം നിലനിർത്തും എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. ഇന്ന് ആ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാഹുൽ ഗാന്ധി റായ്ബറേലിയിലും അതുപോലെ തന്നെ വയനാട്ടിലുമാണ് മത്സരിച്ചത്. റായ്ബറേലി എന്ന് പറയുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ്. ഒരു തവണ ഒഴികെ ബാക്കി എല്ലാ തവണയും കോൺഗ്രസിനെ വിജയിപ്പിച്ച മണ്ഡലമാണ്. 2004 മുതൽ 2019 വരെ സോണിയാഗാന്ധിയാണ് ഇവിടെ നിന്ന് മത്സരിച്ച് ലോക്സഭയിൽ എത്തുന്നത്. ഇത്തവണ സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് മാറിയ ഒരു പശ്ചാത്തലത്തിലാണ് രാഹുൽ ഗാന്ധിക്ക് റായ്ബറേലിയിൽ മത്സരിക്കാനുള്ള ഒരു സാധ്യത തുറന്നു കിട്ടുകയും അവിടെ അദ്ദേഹം വിജയിക്കുകയും ചെയ്തത്. അദ്ദേഹത്തിന്റെ വിജയം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും വിജയിച്ചു കയറുന്നു. അവിടുത്തെ ഈ റായ്ബറേലി ലോക്സഭാ മണ്ഡലത്തിലെ ഉൾപ്പെടുന്ന 5 നിയമസഭാ മണ്ഡലങ്ങൾ കോൺഗ്രസിനൊപ്പമില്ല എന്നൊരു സവിശേഷത കൂടിയുണ്ട്. പക്ഷെ അവിടെ മികച്ച വിജയത്തോടു കൂടിയാണ് രാഹുൽ വിജയിച്ച് കയറിയത്. ഒപ്പം ഗാന്ധി കുടുംബത്തിന് ഏറ്റവും പാരമ്പര്യമുള്ള മണ്ഡലം നിലനിർത്തുക എന്ന കോൺഗ്രസിന്റെ ദേശീയ അടിസ്ഥാനത്തിലുള്ള താല്പര്യം കൂടെ മുൻനിർത്തി റായ്ബറേലി കൂടെ നിർത്താനുള്ള ഒരു സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. ഒപ്പം ഇന്ദിരാഗാന്ധി ഒരു തവണ മാത്രമാണ് റായ്ബറേലിയിൽ മത്സരിച്ചപ്പോഴെല്ലാം തന്നെ ഇന്ദിരാഗാന്ധി ജയിച്ചിരുന്നു. അതിലൊരു തവണ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം മത്സരിപ്പിച്ചപ്പോൾ മാത്രമാണ് റായ്ബറേലിയിൽ നിന്ന് ഇന്ദിരാഗാന്ധി തോറ്റത് എന്നൊരു പ്രത്യേകത കൂടി ഈ മണ്ഡലത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യത്തിന് ശേഷം എല്ലായ്പ്പോഴും ചില അവസരങ്ങളിൽ ഒഴികെ എല്ലായ്പ്പോഴും റായ്ബറേലി കോൺഗ്രസിനൊപ്പം നിന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഈ മണ്ഡലത്തെ കൂടെ നിർത്തുക എന്നായിരിക്കും കോൺഗ്രസിന്റെ ഒരു തീരുമാനം എന്നാണ് അറിയുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഏത് മണ്ഡലമാണ് നിലനിർത്തുക എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരണം എന്ന് നേരത്തെ തന്നെ എന്ന ഒരു ചട്ടമുണ്ട്. ആ ചട്ടത്തിന്റെ ഭാഗമായി ഇന്ന് ഇക്കാര്യത്തിൽ തീരുമാനം ഉണ്ടാകും എന്നാണ് കരുതുന്നത്. ഒപ്പം വയനാട്ടിലേക്ക് വരികയാണെങ്കിൽ പ്രതിസന്ധി ഘട്ടത്തിൽ, അതായത് വിജയിക്കുമോ എന്ന ഒരു സംശയം ഉണ്ടായ ഘട്ടത്തിലാണ് വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി എത്തുന്നതും അവിടെ ഒരു വികാരപരമായ ബന്ധം വയനാടിനോട് ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ വന്നപ്പോൾ രാഹുൽ ഗാന്ധിക്ക് മികച്ച വിജയം തന്നെ രാഹുൽ ഇവിടെ വലിയ തോതിലുള്ള ഭൂരിപക്ഷത്തോടു കൂടിയാണ് വയനാട്ടിൽ നിന്ന് വിജയിച്ച് കയറാൻ സാധിച്ചത്. രണ്ടാം തവണ അത്തരത്തിലുള്ള ഒരു ഭൂരിപക്ഷത്തിലേക്ക് കടന്നില്ല എങ്കിലും വയനാട്ടുകാരുടെ ജനഹൃദയങ്ങളിൽ ഇപ്പോഴും രാഹുൽ ഗാന്ധി ഉണ്ട് എന്ന് തന്നെ
നമുക്ക് പറയാം. ഏതായാലും വയനാട്ടിൽ നിന്ന് രാഹുൽ ഗാന്ധി പോവുകയാണെങ്കിൽ പകരം ആരെ നൽകും എന്ന ഒരു ചോദ്യം കൂടെ അവശേഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആദ്യമായ ഒരു പോരാട്ടത്തിന് പ്രിയങ്ക ഗാന്ധി വയനാട്ടിലെത്തുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. വയനാട്ടിലേക്ക് പ്രിയങ്ക ഗാന്ധി എത്തുമോ? അങ്ങനെ ചില സൂചനകൾ കൂടെ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. ആ രീതിയിലുള്ള കാര്യങ്ങൾ അങ്ങനെ രാഹുൽ ഗാന്ധി മാറുമ്പോൾ പ്രിയങ്ക ഗാന്ധിയെ വയനാടിന് തരുമോ എന്ന ചോദ്യവും അവശേഷിക്കുന്നു. ഏതായാലും ഇന്ന് ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആര്യ, തീർച്ചയായും സുവി സൂചിപ്പിച്ചതുപോലെ തന്നെ റായ്ബറേലി നിലനിർത്തണമെന്ന പാർട്ടിയിലെ വികാരം അത് രാഹുൽ ഗാന്ധി മാനിക്കുമോ, അതോ പ്രതിസന്ധി ഘട്ടത്തിൽ ഒപ്പം നിന്ന വയനാട്ടിൽ രാഹുൽ തുടരുമോ എന്നുള്ള ചോദ്യമാണ് അവശേഷിക്കുന്നത്. അത് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളവും. ഇനി നമുക്ക് അനുമോദിലേക്ക് കൂടി പോകാം. അനുമോദിലേക്ക് വരുമ്പോൾ, അതായത് ഈ വയനാടിന്റെ ഒരു പൾസ് പരിശോധിച്ചാൽ അനുമോദ്, എന്താണ് ഈ ജനങ്ങളുടെ ഒരു വികാരം? അവർ വലിയ ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ചു വിട്ട അവരുടെ ജനപ്രതിനിധിയാണ്. അവിടെ രാഹുൽ ഗാന്ധി വിടുകയാണ് എന്ന് പറയുമ്പോൾ ഇതിന്റെ രാഷ്ട്രീയ മാനത്തിനപ്പുറം ഉള്ള വൈകാരികമായ ഒരു പ്രതികരണം ഒരുപക്ഷെ സ്വാഭാവികമായി സാധാരണക്കാരിൽ നിന്നുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം അവിടെ രാഹുൽ ഗാന്ധി എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പോലും അത്തരത്തിൽ അദ്ദേഹം വളരെ വികാരാധീതനായി സംസാരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതുമാണ്. എന്താണ് വയനാടിന്റെ ഒരു പൾസ്? ഈ രാഷ്ട്രീയ അവലോകനങ്ങൾക്കപ്പുറം എന്താണ് അവിടുത്തെ സാധാരണക്കാർ പറയുന്നത്? അനുമോദ്. ഗുഡ് മോർണിംഗ് ആര്യ. നമുക്കറിയാം രാഹുൽ ഗാന്ധിയും വയനാടുമായിട്ടുള്ള ബന്ധം അത് രാഹുലിന് വളരെ പ്രിയപ്പെട്ടതാണ്, ഏറെ വൈകാരികമാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം വയനാടെത്തിയപ്പോൾ രണ്ടിടങ്ങളിലും അദ്ദേഹം ജനങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ ഇക്കാര്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം മുഴുവൻ. താനൊരു പ്രതിസന്ധി ഘട്ടത്തിലായിരുന്നപ്പോൾ കൂടെ നിന്നവരാണ് ഈ ജനങ്ങൾ. തനിക്ക് വീടില്ലാത്ത സാഹചര്യം വന്നപ്പോൾ എൻ്റെ വീട് എടുത്തോളൂ എന്ന് പറഞ്ഞവരാണ് വയനാട്ടുകാർ. അതേപോലെ അത്രമാത്രം ഹൃദയത്തിൽ ചേർത്ത് പിടിക്കുന്നു വയനാടിനെ. പക്ഷേ അപ്പോഴും ഒരു റായ്ബറേലിയോ വയനാടോ എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ എനിക്ക് കഴിയുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എല്ലാവർക്കും അതിന് ഉത്തരം പറയാം, പക്ഷേ തനിക്ക് മാത്രം ഇതറിയുന്നില്ല എന്ന ഒരു മറുപടിയാണ് അദ്ദേഹം ഈ ചോദ്യങ്ങൾക്കായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ആ ഒരു വയനാട്ടിലെ സ്വീകരണത്തിൽ തന്നെ കെ സുധാകരൻ്റെ ഭാഗത്തു നിന്നും വയനാട് രാഹുൽ ഗാന്ധി വിടും എന്ന വ്യക്തമായ സൂചന അദ്ദേഹം നൽകിയിരുന്നു. കാരണം ദേശീയ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകേണ്ട വ്യക്തിയാണ് രാഹുൽ ഗാന്ധി. അദ്ദേഹത്തിന് ദക്ഷിണേന്ത്യയിലെ വയനാട്ടിൽ വന്നൊരു പക്ഷേ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ കഴിഞ്ഞേക്കില്ല എന്ന ഒരു സൂചനയും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. അപ്പോൾ രാഹുൽ ഗാന്ധി വയനാട് വിടുന്നത് സ്വാഭാവികമായിട്ടും ഈ നാട്ടുകാരെ സംബന്ധിച്ച് വേറെ ദുഃഖകരമായ ഒരു കാര്യമാണ്. കാരണം കഴിഞ്ഞ തവണത്തെ അത്രയില്ലെങ്കിലും വലിയ ഒരു ഭൂരിപക്ഷത്തിൻ്റെ പിൻബലത്തോടെയാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് ഇത്തവണയും പാർലമെന്റിൽ എത്തിയിരിക്കുന്നത്. അതേ ഒരു സമയം രാഹുൽ വയനാട് വിടുകയാണെങ്കിൽ പകരം ആരെ എന്ന ചോദ്യമാണ് ഉയരുന്നത്. സംസ്ഥാന കോൺഗ്രസിനെ തന്നെ കുഴയ്ക്കുന്ന ഒരു ചോദ്യമാണത്. കാരണം രാഹുലിന് പകരം പ്രിയങ്ക ഗാന്ധി വരികയാണെങ്കിൽ ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ നടക്കും. പക്ഷേ അതല്ല, പ്രിയങ്ക വരുന്നില്ല എങ്കിൽ വീണ്ടും ഈ ഒരു സ്ഥാനാർത്ഥിയെ ചൊല്ലി കോൺഗ്രസിൽ വലിയ തർക്കങ്ങൾ നടക്കും, വലിയ ബഹളങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെ പറയാം. കാരണം ആ ഒരു സീറ്റിന് വേണ്ടി ഇപ്പോൾ തന്നെ പലരും രംഗത്തുണ്ട്. എം ഹസൻ അടക്കമുള്ള മുതിർന്ന നേതാക്കളും അതുപോലെ തന്നെ വയനാടിൻ്റെ ഭാഗമായിട്ടുള്ള നിലമ്പൂരിൽ നിന്നുള്ള ആര്യാടൻ ഷൗക്കത്ത്, KP ഷൗക്കത്ത് അലി, ഇതിനെല്ലാം പുറമെ ഒരുപക്ഷെ മറ്റ് പ്രമുഖ നേതാക്കളൊക്കെ ഈ ഒരു സ്ഥാനത്തിലേക്ക് സ്ഥാനം ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തും. സാമുദായിക സംഘടനകളും ഈ ഒരു വിഷയത്തിൽ അവരുടേതായ അഭിപ്രായങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. മുസ്ലിം സ്ഥാനാർത്ഥിയാണെന്ന് മുസ്ലിം സംഘടനകളും ക്രൈസ്തവർക്ക് പിന്തുണ കൊടുക്കണമെന്ന് ക്രൈസ്തവ സംഘടനകൾ ഇതിനോടൊപ്പം തന്നെ കോൺഗ്രസിനെ അവരുടെ അഭിപ്രായമായിട്ട് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഒരു വ്യക്തി കെ മുരളീധരൻ്റെ പേരൊക്കെ സജീവമായി പറഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിലും കെ മുരളീധരൻ അതിനോട് താല്പര്യം പ്രകടിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള വിവരം. അപ്പോൾ കേരളത്തിൽ നിന്ന് ഒരാളെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കണമെങ്കിൽ വലിയ സമ്മർദ്ദം ഇപ്പോൾ തന്നെ ആ ഒരു വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന് മുകളിൽ വരും. ആ ഒരു സാഹചര്യത്തിൽ പ്രിയങ്ക ഗാന്ധി തന്നെ മത്സരിക്കുകയാണെങ്കിൽ അത് ദക്ഷിണേന്ത്യയിൽ പ്രിയങ്കയുടെ സാന്നിധ്യം കോൺഗ്രസിനും ഉത്തരേന്ത്യയിൽ രാഹുലിൻ്റെ സാന്നിധ്യം അവിടെ അദ്ദേഹത്തിൻ്റെ പ്രചാരണങ്ങൾക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കും ഊർജ്ജമാകുമെന്ന തരത്തിലുള്ള വിലയിരുത്തലാണ് കോൺഗ്രസിനുള്ളത്. അതായത് ദക്ഷിണേന്ത്യയിൽ പ്രിയങ്കയും ഉത്തരേന്ത്യയിൽ രാഹുലും. അങ്ങനെയാണെങ്കിൽ ഈ കോൺഗ്രസിൻ്റെ പ്രവർത്തനം സുഗമമായിട്ട് എല്ലായിടത്തും എത്തുന്നു എന്ന് ഉറപ്പുവരുത്താൻ കഴിയും. ആ ഒരു സാഹചര്യത്തിൽ പ്രിയങ്ക തന്നെ മത്സരിക്കണം എന്നൊരു അഭ്യർത്ഥനയാണ് കേരളത്തിലെ അതെ, ഈ പ്രിയങ്ക ഗാന്ധി തന്നെ അവിടേക്ക് എത്താനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം കൂടി. അനുമോദ്, അതായത് നേരത്തെ ഈ രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞിരുന്നു താൻ അവിടെ നിന്ന് ഒഴിയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും അതിന് ആപ്റ്റായിട്ടുള്ള ഒരു വ്യക്തി തന്നെ പകരം വയനാടിനെ നയിക്കാൻ അവിടേക്ക് എത്തും എന്നുള്ളതാണ്. ഇവിടെ ഈ രാഹുൽ ഒഴിയുന്നതിനോട് പ്രതിപക്ഷ പാർട്ടികൾ എല്ലാവരും
കണക്കാക്കുന്നത് വലിയ വിമർശനം ഉയർത്തുന്നുണ്ട് ഈ ഒരു വിഷയത്തിൽ. അതായത് രാഹുൽ വയനാട്ടുകാരെ ചതിച്ചു എന്ന രീതിയിലാണ് ഈ ഒരു വിഷയത്തെ അവർ നോക്കിക്കാണുന്നതും അത് ആയുധമാക്കാനും കൂടി ശ്രമിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. രാഷ്ട്രീയ മുതലെടുപ്പിന് സാഹചര്യം ഒരുക്കുന്നുമുണ്ട്. ആ പശ്ചാത്തലത്തിൽ പ്രിയങ്ക ഗാന്ധിക്കപ്പുറം മറ്റൊരു സംസ്ഥാന തലത്തിലെ ഒരു മുഖത്തിനപ്പുറം ഒരു ദേശീയ മുഖം തന്നെ പരിഗണിക്കാനുള്ള ഒരു സാധ്യത അതായിരിക്കാം കോൺഗ്രസിന് ഒരു പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ പിടിച്ചു നിൽക്കാൻ അല്ലെങ്കിൽ ആളുകൾക്കിടയിലുള്ള ആ ഒരു ഇമ്പാക്റ്റ് നിലനിർത്താൻ കൂടുതൽ സഹായിക്കുക എന്നുകൂടി തോന്നുന്നുണ്ട് അല്ലേ അനുമോദ്? തീർച്ചയായും രാഹുലിന്റെ പകരം പ്രിയങ്ക വരികയാണെങ്കിൽ കേരളത്തിലും അതേപോലെ കേന്ദ്രത്തിലും ഈ വിഷയങ്ങൾ കുറെ കൂടി കൈകാര്യം ചെയ്യാൻ എളുപ്പമാകും. അതല്ലെങ്കിൽ നേരത്തെ ആര്യ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്ത് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വലിയ രീതിയിൽ തന്നെ രാഹുൽ ഇവിടം വിട്ടുപോയതും കേന്ദ്ര നേതാക്കൾ ഇവിടെ എത്താത്തതും പ്രതിപക്ഷ പാർട്ടികൾ പ്രത്യേകിച്ച് കോൺഗ്രസിനെതിരെ മത്സരിക്കുന്ന പാർട്ടികൾ ആയുധമാക്കുമെന്ന് ഉറപ്പാണ്. ഇടതുപക്ഷവും BJPയും അത് വലിയ തോതിൽ തന്നെ പ്രചാരണ വിഷയമാക്കും. ഈ വയനാടിനെ ഉപേക്ഷിച്ചു പോകുന്നവരാണ് കോൺഗ്രസ് നേതാക്കൾ എന്ന പ്രചരണം ശക്തമാകും. അതൊക്കെ തന്നെ പ്രതിരോധിക്കുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാകും. വയനാട് കോൺഗ്രസിന് UDFന് മെജോറിറ്റിയുള്ള മണ്ഡലമാണ്, ശക്തമായ അടിത്തറയുമുണ്ട്. പക്ഷേ ഈ ഒരു പ്രചരണം രാഹുലിന് ദോഷം ചെയ്യുന്നതാകും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. രാഹുൽ വളരെ വൈകാരികമായിട്ട് വയനാടിനെ ചേർത്ത് നിർത്തുമ്പോഴും രാഹുൽ വീടം വിട്ടു പോകുന്നത് ഒരു തരത്തിൽ വയനാട്ടിലെ UDF വരെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലേക്ക് സാഹചര്യങ്ങൾ മാറ്റുക എന്നത് രാഹുലും ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. അദ്ദേഹം വയനാട്ടിലെ 2 പരിപാടികളിലും അദ്ദേഹം അവസാനിപ്പിച്ചത് വയനാടിനും റായ്ബറേലിക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്നതാകും, സന്തോഷം നൽകുന്നതാകും തന്റെ തീരുമാനം എന്നുള്ളതാണ്. അതായത് ആരെയും വേദനിപ്പിക്കുകയോ ആരെയും ബുദ്ധിമുട്ടിക്കുകയോ ചെയ്യാൻ രാഹുൽ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. പക്ഷേ പ്രിയങ്ക എത്രമാത്രം ദക്ഷിണേന്ത്യയിൽ സജീവമായിട്ട് രാഷ്ട്രീയത്തിൽ ഈ ഒരു മത്സരത്തിന് ഇറങ്ങുമെന്നുള്ള കാര്യത്തിൽ ഇനിയും ചോദ്യങ്ങൾ അവസാനിക്കുന്നില്ല. കാരണം വ്യക്തമായൊരു മറുപടി അവരുടെ ഭാഗത്തുനിന്നും വന്നിട്ടില്ല. രാഹുലിന്റെ സമ്മർദ്ദമുണ്ടാകാം പ്രിയങ്കയുടെ മേൽ. അത് എത്രമാത്രം ഒരു വയനാട്ടിലേക്ക് വരാൻ പ്രിയങ്കയെ ആ ഒരു സമ്മർദ്ദം മാത്രം സഹായിക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്തുതന്നെയാണെങ്കിലും പ്രിയങ്ക ഗാന്ധിക്ക് പുറമെ മറ്റാര് വന്നാലും ഇവിടെ കോൺഗ്രസിനെ സംബന്ധിച്ച് അത് പ്രചരണ രംഗത്തും അതുപോലെ തന്നെ ആഭ്യന്തരമായിട്ടൊരു സ്ഥാനാർത്ഥി നിർണയത്തിലുമൊക്കെ വലിയ പ്രതിസന്ധികൾ തീർക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രാഹുൽ പറഞ്ഞത് 2 ഇടങ്ങളിലും വോട്ടർമാർക്ക് വിഷമമുണ്ടാകില്ല എന്ന് പറയുമ്പോൾ അതിന് പ്രിയങ്ക ഗാന്ധി തന്നെയാണ് രാഹുലിന് പകരം മത്സരിക്കാൻ വയനാട്ടിൽ ഏറ്റവും യോഗ്യയായാൾ എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇനി ഇതിൽ തീരുമാനം വരേണ്ടത് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെതാണ്. ആര്യ, തീർച്ചയായും CV അനുമോദും സുവി വിശ്വനാഥുമാണ് വിവരങ്ങൾ നൽകിയത്. അനുമോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ ആലോചിച്ചെടുക്കേണ്ട ഒരു തീരുമാനം കൂടിയാണ്. അതോടൊപ്പം രാഹുൽ ഇനി ഒഴിയുകയാണ്. ഇന്ത്യ മുന്നണിയെ നയിക്കുക എന്നുള്ള വിശാലമായ രാഷ്ട്രീയ ലക്ഷ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് റായ്ബറേലി തെരഞ്ഞെടുത്താൽ വയനാട്ടിൽ ആരാകും സ്ഥാനാർത്ഥി എന്നുള്ള ആകാംക്ഷ നിലനിൽക്കുന്നു. ദേശീയ മുഖം തന്നെ പ്രതീക്ഷിക്കുമ്പോൾ പ്രിയങ്ക ഗാന്ധി തന്നെ എത്തുമോ എന്നുള്ള ആകാംക്ഷയിലാണ് ഉള്ളത്. അത്തരത്തിലൊരു ആവശ്യം കൂടി പ്രാദേശിക നേതാക്കൾ കൂടി ഉയർത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ച വാർത്ത സമഗ്രമായി ഒന്നുകൂടി പരിശോധിക്കുകയാണ്.